പൊതിച്ചോറ് വിതരണത്തെ അവഹേളിച്ച രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഡിവൈഎഫ്ഐയുടെ മധുര പ്രതികാരം. ആശുപത്രികളിൽ കൊടുക്കാനുള്ള ചോറ് പൊതിഞ്ഞത് രാഹുൽ രാജിവെച്ചെന്ന വാർത്തയുള്ള പത്രം കൊണ്ടാണ്. പൊതിച്ചോറ് വിതരണത്തെ രാഹുൽ മുമ്പ് വിശേഷിപ്പിച്ചത് അനാശാസ പ്രവർത്തനം എന്നായിരുന്നു. കാലത്തിന്റെ കാവ്യനീതി എന്നാണ് ഇടതു സൈബർ ഹാൻഡിലുകൾ വിശേഷിപ്പിക്കുന്നത്. ശ്രീരാജ് ബാബു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീരാജ്, അങ്ങനെ ഡിവൈഎഫ്ഐ പൊതിച്ചോറ് പൊതിഞ്ഞു കൊടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്നുള്ള ദേശാഭിമാനിയുടെ വലിയ സചിത്ര പത്രത്തിലാണ് പൊതിഞ്ഞ് കൊടുത്തത്. എവിടെയെല്ലാമായിരുന്നു ഇന്നിപ്പോൾ ഈ പത്തനംതിട്ടയിൽ ഈ പൊതിച്ചോറ് വിതരണം ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരം? അബിനിൽ, പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല കേരളത്തിന്റെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇന്ന് പൊതിച്ചോറ് നൽകിയത് ബിനിൽ സൂചിപ്പിച്ച പോലെയുള്ള ആ പത്രത്തിലാണ്, ആ ചിത്രമടങ്ങിയ ആ വാർത്ത അടങ്ങിയ പത്രത്തിലാണ്. 2017 ഡിവൈഎഫ്ഐ ഹൃദയപൂർവ്വം എന്ന പേരിട്ട് വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന മുദ്രാവാക്യം ഉയർത്തി പൊതിച്ചോറ് വിതരണം സർക്കാർ ആശുപത്രികളിൽ ആരംഭിച്ചത്. പൊതുവിൽ വലിയ രീതിയിൽ സമൂഹത്തിൽ ഒന്നാകെ എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലേക്ക് ഈ പദ്ധതി പെട്ടെന്ന് തന്നെ മാറപ്പെട്ടു. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ വേദിയിൽ ഇത്തരത്തിൽ ഏറ്റവും അശ്ലീലമായ ഭാഷയിൽ ഈ പദ്ധതിയെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കിടയിലും അതുപോലെ തന്നെ പൊതുവിലും ഈ പ്രസ്താവനയ്ക്കെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. ഒരു തവണയെങ്കിലും ഈ പൊതിച്ചോറ് നൽകിയ ആളുകൾ, അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഈ പൊതിച്ചോറ് വാങ്ങി കഴിച്ച ആളുകളടക്കം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം അവരുടെ ഭാഗത്തു നിന്നും അടക്കമുണ്ടായി. നമുക്കറിയാം, കോൺഗ്രസിൻ്റെ നേതാക്കളുടെ വീട്ടിൽ നിന്നും BJPയുടെ നേതാക്കളുടെ വീട്ടിൽ നിന്നും അത്തരത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളുടെ വീട്ടിൽ നിന്നും അടക്കം ഇത്തരത്തിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. അത്തരത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പൊതുവിൽ അംഗീകരിച്ച ഒരു പദ്ധതിയായിരുന്നു ഹൃദയപൂർവ്വം പദ്ധതി. അതുപോലെ തന്നെ ഈ പ്രവർത്തകരും, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരും അതിവൈകാരികമായിട്ട് തന്നെയായിരുന്നു ഈ പദ്ധതിയെ നോക്കിക്കണ്ടതും. അത്തരത്തിലുള്ള ഒരു പദ്ധതിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ മോശമായ ഭാഷയിൽ വിമർശിച്ചത്. എന്തായാലും ഇന്നും കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള പൊതിച്ചോറ് വിതരണം നടത്തിയത്, ഡിവൈഎഫ്ഐ നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസിന്റെ പല നേതാക്കൾ ഉൾപ്പെടെ മാതൃകാ പദ്ധതിയാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ സർക്കാർ ആശുപത്രികളിലെ പൊതിച്ചോറ് വിതരണത്തെ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവഹേളിച്ചിരുന്നു. അതിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഉള്ള പത്ര കട്ടിങ് പൊതിഞ്ഞുകൊണ്ടാണ് പൊതിച്ചോറ് വിതരണം ചെയ്ത് ഡിവൈഎഫ്ഐ മധുര പ്രതികാരം ചെയ്തിരിക്കുന്നത്.